സ്വർഗത്തിൽ എങ്ങനെ ഇരിക്കുന്നോ അതേപോലൊരു ഒരു ഒരു ഫാഷൻ ചെയ്ത് തീർത്താന്നാണ് പഠിപ്പിച്ചു വരുന്നത്. മനസ്സിലായോ? അതാണ് ഓസോൺ ലെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി ഒരു ടാബർനാക്കിളായിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? പ്ലാനറ്റിൻ്റെ നമ്മുടെ എർത്തിനെ ഒരു പ്ലാനറ്റ് അല്ലെങ്കിൽ ഭൂമിയെ ഒരു 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 ടാബർനാക്കിളായിട്ട് കണ്ടിട്ട് റക്കിയ ഫർണമെൻറ്റ്സ് ഒരു സമാഗമന കൂടാരത്തിൻ്റെ ഔട്ട്സൈഡ് കവറിങ് പോലാണ് വരുന്നത്. അടുത്തൊരു പുതിയ വാക്കെന്ന് പറഞ്ഞ് ബെറ്റോക്ക് എന്ന് പറഞ്ഞ വാക്കാണ് വരുന്നത്. വിതിൻ, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ്, മിഡിൽ എന്ന് പറയുന്നത് വന്ന. അപ്പം ഇതിന് ഒത്തിരിയും കുറച്ച് ഇത് വരുന്നത് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പറഞ്ഞാൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ ക്രിസ്തു യാഗമായി. അപ്പം ഇതിന് എല്ലാത്തിനും മിസ്റ്റായിട്ട് ദൈവം ഫാഷൻ ചെയ്ത ഒരു തിൻ ലിനൻ ലിനൻ പോലുള്ള ഒരു ഇതിനാണ് അതിനൊരു സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇതിനാണ് ഇതെന്ന് പറയുന്നത് ബെറ്റോക്ക് എന്ന് പറയുന്നത്. ഇൻ ദ മിസ്റ്റ് ഓഫ് വാട്ടറിന് രണ്ട് വെള്ളത്തിന് നടുക്കായിട്ടുള്ള റക്കിയ എന്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നു? രണ്ട് വെള്ളത്തെ തമ്മിൽ സെപ്പറേറ്റ്. അപ്പോൾ ബെറ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇൻ ദ മിഡ്സ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? റെവലേഷൻ വരുമ്പോൾ ക്രിസ്തു ലാംബ് വാസ് സ്റ്റാൻഡ് ഇൻ ദ മിസ്റ്റ് ഓഫ് ദ എല്ലാത്തിൻ്റെ നടുവിൽ. ക്രിസ്തു ത്രോണിൻ്റെ നടുവിൽ നിൽക്കുന്നു. അതേപോലെ സഭകളുടെ നടുവിൽ നിൽക്കുന്ന ദൂതന്മാർ എന്നൊക്കെ പറയാം. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ആ ഒരു വാക്കിനാണ് ബെറ്റോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത് വരുന്നത് മയും. നമ്മളത് മയിമും ഷമായിമും നമ്മളത് ഒന്നാം വാക്യത്തിൽ തന്നെ പഠിച്ചു. വെള്ളം, ഷമായും, ഹെവൻസ്. നമ്മളന്ന് പഠിച്ചു. ഷമായിമിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഷാം മയും വരുമ്പം ദ വാർ വിച്ച് ഈസ് എന്ന് പറഞ്ഞ് വായിക്കാം. ഷേം മയും എന്ന് പറയുമ്പം നെയിം ഓഫ് ദ വാട്ടർ എന്ന്. ഷാമും ഷേമും, SHAM SHEM ഷേം. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ വന്ന് ഏഷ് മയും, ഫയർ പ്ലസ് കവനൻ്റ്. വെള്ളവും ഫയറും ഒത്തുചേരുന്നത്. അത് അങ്ങനെയാണ് ഈ ഫിലോസഫിക്കൽ ആൾക്കാർ വരുന്നത്. 4 ഇതുണ്ടെന്ന് പറയുന്നത്. ഒന്ന് ഫയറ്, ഒന്ന് വെള്ളം, ഒന്ന് എയർ, ഒന്ന് എർത്ത്. 4 പിന്നെ അത് 5ാമത് ഒന്നുകൂടി വരും. ഈ ഫിലോസഫിക്കൽ ടീച്ചിങ്ങിൽ നിന്നാണ് നമ്മുടെ കൗൺസിലിങ്ങിന് വരുമ്പോൾ അതിൻ്റെ അത് 4 സ്വഭാവം മനുഷ്യനുണ്ടെന്ന് പറയുന്നത് ആയിട്ട് വരുന്നത്. 4 സ്വഭാവങ്ങളെ ഡിഫറെൻ്റായിട്ട് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കണ്ടുപിടിച്ച് ഒരു സാങ്കുനിൻ എന്ന് പറഞ്ഞാൽ ഒരു 5ാമത് ഒന്നുകൂടി വരും. അപ്പം ഇതിൻ്റെ അകത്തും 5ാമതൊരു ആദ്യം 4 പിന്നെ 5ാമത് ഒന്നായിട്ടൊക്കെ വരുന്നു. ഓക്കെ. അപ്പം മൈമിനെ പറ്റി, മൈം എന്തിന്? വെള്ളം. എന്തിനെ പറ്റി വരുന്നു? വെള്ളം ക്ലൻസിങ്ങിനെ പറ്റി നമ്മൾ പഠിക്കുന്നു, ശുദ്ധീകരിക്കുക. അതേപോലെ സ്നാനത്തിന് ഒരു ഇതായിട്ടുള്ള ആയിട്ട് പഠിക്കും. അത് കഴിഞ്ഞ് ഈ വെള്ളം ജഡ്ജ്മെൻറ്റിന് യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ബിനായ്ക്കും ഉണ്ട്, അല്ല ഗറൂവായ്ക്ക് ഗവൂറ എന്ന് പറഞ്ഞ ഇതുമുണ്ട്. അതേപോലെ തന്നെ ബിനായ്ക്കും ഉണ്ട്. മനസ്സിലായി? അപ്പം ഈ ഗവൂറ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ്, ടിഫേററ്റും ബ്യൂട്ടിക്കും ഉണ്ട്. മനസ്സിലായി? അപ്പം ഒന്നെന്താ വെച്ചാൽ വെള്ളം യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ജഡ്ജ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യും. എന്ന് കഴിഞ്ഞാൽ നോഹയുടെ സമയത്ത് വെള്ളം പൊങ്ങി ആൾക്കാരും മരിച്ചു. നമ്മളുടെ സുനാമി വരുന്നത് ഒരു ജഡ്ജ്മെൻറ്റ് പോലാണ് വരുന്നത്. മനസ്സിലായി? അത് കഴിഞ്ഞ് ഈ വെള്ളം അറ്റ് ദ സെയിം ടൈം നമുക്ക് കുടിക്കാൻ വേണം, സ്നാനത്തിന് യൂസ് ചെയ്യാം, നമ്മുടെ ശുദ്ധീകരണത്തിന് യൂസ് ചെയ്യാം. ഈ വെള്ളം എല്ലാത്തിനും വേണം. കൃഷി വളരാൻ, ഭൂമി വളരാൻ, എല്ലാത്തിനും വാട്ടർ. മനസ്സിലായി? ഇറ്റ്സ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ക്രിയേറ്റഡ് യൂണിവേഴ്സ്. മനസ്സിലായി? അപ്പോൾ എല്ലാത്തിനും വെള്ളം വേണം, വെള്ളം യൂസ് ചെയ്യും. പക്ഷേ ചില സമയത്ത് വെള്ളം വെള്ളത്തെ ഒരു അന്ധകാരമാണെന്നും ഖേസാണെന്നും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. വെള്ളത്തെ ഒരു ഡാർക്ക് സീനായിട്ട് കാണിക്കാറുണ്ട്. പക്ഷേ
ആ ഡാർക്ക് സീനായിട്ട് കാണിക്കും പോലും അതെല്ലാം കൺട്രോൾഡാണ്. ആരുടെ? പിതാവാം ദൈവത്തിന്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ടാണ് യേശു ക്രിസ്തു വെള്ളത്തിൻ്റെ മുകളിൽ നടന്നത്. ഐ ആം ദ ക്രിയേറ്റർ, ഐ ക്രിയേറ്റഡ് ദ വാട്ടർ ആൻഡ് ഐ ആം ഇൻ കൺട്രോൾ ഓഫ് ദ വാട്ടർ. ഹീ വോക്ക് ത്രൂ ദ വാട്ടർ. മനസ്സിലായി? വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നതിന് അധികാരത്തെയാണ് കാണിക്കുന്നത്. മനസ്സിലായി? ജീസസ് സ്റ്റൂഡ് ഓൺ ടോപ്പ് ഓഫ് ദ വാട്ടർ. ദൈവം വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ദ വാട്ടർ ഈസ് അണ്ടർ മൈ കൺട്രോൾ, ഐ ക്രിയേറ്റഡ് ദ വാട്ടർ. മനസ്സിലായി? ഒരു അതോറിറ്റി കാണിക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ, ഖേയാസിൻ്റെ മാസ്റ്ററായിട്ട് കാണിക്കുന്ന ഒരു ഇതാണ് വെള്ളത്തെ കാണിക്കും. മനസ്സിലായോ? അപ്പം വെള്ളത്തെ ഒത്തിരി അന്ധകാരമായിട്ട് ഉപയോഗിക്കുമെങ്കിലും വാട്ടർ ഈസ് ഇൻ കൺട്രോൾ ഓഫ് ഗാഡ്. ഓക്കെ, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, അടുത്ത അടുത്ത പുതിയ വേർഡ്സ് ബെറ്റോഖാമയും മേയാവ്ദേൽ എന്ന് പറഞ്ഞു. അത് മേയാവ്ദേൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്ലാസ്സിൽ 1-ാം ദിവസം പഠിച്ചത് നമ്മൾ വയാവ്ദേൽ എന്ന് പഠിച്ചു, സെപ്പറേഷൻ. ഇതിൻ്റെ സെയിം ഇത് തന്നെ മേയാവ്ദേൽ എന്ന് പറഞ്ഞു ഇതും. ഓക്കെ, അപ്പം മേയാവ്ദേൽ നമ്മൾ സെപ്പറേഷൻ ഞാൻ ലാസ്റ്റ് വീക്കിലെ പറഞ്ഞു സെപ്പറേഷൻ. അപ്പോൾ സെപ്പറേഷന് അടുത്ത ഒരു എക്സാമ്പിൾ തരാമെന്ന് കഴിഞ്ഞാൽ പിതാവാം ദൈവം അബ്രാമിനെ കൽദയുടെ പട്ടണത്തിൽ നിന്ന് വിളിച്ചിറങ്ങിയപ്പം ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ആരായിരുന്നു? ലോത്ത്. ദൈവം ഇങ്ങനെ അബ്രാമിനെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വിളിച്ചിറങ്ങി. ഏറ്റവും ലോത്തുണ്ട്. ആ ലോത്തിനെ മാറ്റിക്കഴിഞ്ഞാണ് അബ്രാമിനെ ഇത് ചെയ്ത് കവനൻ്റ് നൽകി. ഞാൻ ജാതികളുടെ പിതാവ്. വായ് അബ്രാമിനെ ദൈവം തിരഞ്ഞെടുത്ത അബ്രാമിനാണ് കൂടെ. കാരണം സെപ്പറേറ്റ്, ഇറ്റ് നീഡ് ടു ബി സെപ്പറേറ്റഡ്. മനസ്സിലായി? അതാണ് വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും ഇത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ സെറ്റ് അപ്പാർട്ട് എന്ന വാക്കിനെ പറ്റി പഠിക്കും. അതിനെപ്പറ്റി ഒത്തിരി കുറച്ചൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധി വേർപാടുമ്പം എല്ലാവർക്കും പേടിയാണ്. കാരണം പ്രശ്നങ്ങളുണ്ടാവും. ഇറ്റ്സ് സിമ്പിൾ. ഒരാളുമായിട്ട് അകന്ന് നിന്നിരിക്കാനല്ല പറയുന്നത്. മനസ്സിലായി? സെപ്പറേറ്റ് ചെയ്യാനല്ല. സെപ്പറേഷൻ കോൺഫ്ലിക്റ്റും അല്ല. സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റ് അല്ല. സെപ്പറേഷൻ എന്താ? ക്ലാരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്തായിരിക്കും. അതിനെപ്പറ്റിയാണ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തെ ഒരു ആളുടെ എക്സാമ്പിൾ പറയാനിടയാക്കി. ഒരു വെജിറ്റേറിയൻ, ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ആളിനെ പറ്റി പറയാനിടയ്ക്ക്. പലപ്പോഴും ആ ആളോട് സംസാരിക്കുമ്പം ഇവന്തോ തമാശയ്ക്ക് ഞങ്ങൾ കളിയാക്കുകയൊക്കെ ചെയ്യും, ഫോഴ്സ് ഇടും. ചിലപ്പോൾ നമ്മൾ ഫുഡ് കൊണ്ടുവരാൻ മറന്നു പോകും ആ ആൾക്ക് വേണ്ടി. കാരണം എല്ലാവർക്കും ഒരാളേ ഉള്ളൂ, മറ്റെല്ലാവരും എല്ലാ ഫുഡും കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചിലപ്പം കൊണ്ടുവരാൻ ഞങ്ങൾ മറന്നു പോകും. മാനേജ്മെൻറ്റ് എപ്പോഴും കരുതും, പക്ഷേ ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ വയ്ക്കുമ്പം കൊണ്ടുവരാൻ മറന്നു. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് എങ്ങനെയൊക്കെ ഞങ്ങൾ ഒപ്പിക്കും. പക്ഷേങ്കിൽ ആളോട് അപ്പം ഞങ്ങൾ പ്രഷർ വരുമ്പോൾ ആൾ എപ്പോഴും പറയുന്നത് ത്രൂ ദിസ് സെപ്പറേഷൻ, ത്രൂ ദിസ് വെജിറ്റേറിയൻ ഐ ഗീവ് വർഷിപ്പ് ടു ഗാഡ്. ആ ആളുടെ ദൈവത്തിന് വർഷിപ്പ് കൊടുക്കുക. അപ്പം ഞാനത് ആ സമയത്ത് പറയുകയുണ്ടായി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ബംഗ്ലാദേശി അവർ കറക്റ്റ് സമയപ്പം പ്രാർത്ഥിക്കാൻ പോയി. അവരുടെ ദൈവത്തിന് ദേ ഗീവ് വർഷിപ്പ് ടു ഗാഡ്. അപ്പം പലപ്പോഴും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ടായി, ഹൗ മച്ച് സെപ്പറേഷൻ ഡു ഐ കീപ് ഓർ ഗീവ്? എത്രമാത്രം വില ഞാൻ ഈ ആൾ ത്രൂ വെജിറ്റേറിയനിസം ഹീ ഗീവ് വർഷിപ്പ് ടു ഗാഡ്. ഞാനതേപോലെ എങ്ങനെ വർഷിപ്പ് കൊടുക്കുന്നു? മനസ്സിലായി? അപ്പം ഞാൻ ഒരു ജീസസ് ക്രൈസ്റ്റിനാൽ വീണ്ടെടുക്കപ്പെട്ടയായിരുന്നു, ഒരു വൈതലായിരുന്നു. ഐ ആം ബെറ്റർ ദാൻ എന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പഠിപ്പിച്ച യു ആർ നോട്ട് എനി ബെറ്റർ ദാൻ ഹിം. നീ അവനെക്കാട്ടി ഒന്നുമില്ല, ഒറ്റ ഇതുള്ളൂ, യേശു ക്രിസ്തു വിശ്വസിക്കുന്നതെന്നുള്ളൂ. ആ സെപ്പറേഷൻ ഹൗ കം യു നോട്ട് ഡൂയിങ് ഇറ്റ്? മനസ്സിലായി? ഒരാളായിട്ട്
ഞാൻ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണെന്നും അവർക്ക് ഹോപ്പില്ല, എനിക്ക് ഹോപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ആ ആളും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും വരാത്തക്ക രീതി ഹീ ഡസ് ബെറ്റർ ദാൻ മീ ത്രൂ വെജിറ്റേറിയനിസം ഹി കീപ്സ്. അന്നും പറഞ്ഞ് ഞാൻ വെജിറ്റേറിയൻ ഫുഡ് ലോ കൊണ്ടുവന്നൊന്നും ദൈവത്തെ ഓർത്ത് പറയല്ലേ, കോംപ്ലിക്കേഷൻ കൊണ്ടുവരുതേ, അതൊന്നും അല്ല പറയുന്നത്. ത്രൂ ആ പുള്ളിക്കാരൻ്റെ ഡെഡിക്കേഷൻ, ത്രൂ ഹിസ് ഡെഡിക്കേഷൻ ഈ വർഷിപ്പ് ടു ഗാഡ്. ഹൗ മച്ച് ഡെഡിക്കേഷൻ ഡു ഐ ഹാവ്? എനിക്ക് എത്രമാത്രം ഡെഡിക്കേഷൻ? ഞാൻ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടു. ബട്ട് വേർ ഇസ് മൈ സെപ്പറേഷൻ? ഞാൻ എന്തുകൊണ്ട് എവിടുന്ന് ലോ എങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? മനസ്സിലായി? ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുമ്പം ദൈവത്തിൻ്റെ ലൈറ്റ് എന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പം ഹൗ ക്യാൻ ഐ ഷോ ഹിം ദാറ്റ്? വാട്ട് ഡു ഐ ഡു ടു ഗീവ് വർഷിപ്പ് ടു ഗാഡ്? ഞാൻ എന്തോ ദൈവത്തിന് വർഷിപ്പ് ചെയ്യാൻ കൊടുക്കുന്ന ഇതെന്തുവാ? മനസ്സിലായി? അതെന്നെപ്പറ്റി ഒത്തിരി ചിന്തിക്കുവാനൊക്കെ ഒരു ഇതാണ്. കാരണം ഒരു ഹോപ്പില്ലാത്ത ഒരു ഹിന്ദുവായിട്ടുള്ളൊരു വ്യക്തി, ആ ആൾ ത്രൂ ഹിസ് വെജിറ്റേറിയനിസം ഹീ ഗീവ് വർഷിപ്പ് ടു ഗാഡ്. ആ ആൾക്കറിയാവുന്ന രീതി ഇത് വെച്ച് നോക്കുമ്പം ആ ആളിനെക്കാട്ടി കൂടുതൽ അറിയാം ഞാൻ യേശുവിനാണ് വീണ്ടെടുക്കപ്പെട്ടു നോക്കുന്ന വ്യക്തി എത്രമാത്രം ഞാൻ തീരെ താഴ്ന്നപ്പെട്ടു പോയതിൽ തോന്നപ്പെടാറായിട്ടുണ്ട്. അപ്പം അതൊരു എന്നെ ഒരു ലെസണായിരുന്നു. അപ്പം എപ്പോഴും ത്രൂ സെപ്പറേഷൻ മീൻസ് കോൺഫ്ലിക്റ്റ് അല്ല, നമ്മളാരാന്ന് തിരിച്ചറിയാം. അത് ഞാൻ യേശുവിനെ വീണ്ടെടുക്കപ്പെട്ട വ്യക്തി. ഇവിടെ വരുമ്പോഴാണ് എന്നോട് ആൾക്കാർ ചോദിക്കുക, നീ വലിയ വിശുദ്ധനാണെന്ന്. യെസ്, വിശുദ്ധൻ. ഒരു രക്ഷയുടെ സന്തോഷം അറിഞ്ഞ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷയെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു വ്യക്തി, യു ആർ എ ഹോളി പേഴ്സൺ, യു ആർ എ വിശുദ്ധൻ. ആ വിശുദ്ധനല്ലാന്ന് ഈ പല രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വ്യക്തിക്കും അത് തോന്നാത്ത കാര്യം എന്താ പറഞ്ഞാൽ വീണ്ടെടുപ്പിൻ്റെ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ്. ഞാൻ വിശുദ്ധനല്ല, കോമണാണ്, ഉള്ള ആൾക്കാർ പോലാണ് തോന്നുന്ന കാര്യം. യു ആർ സെപ്പറേറ്റഡ്. മനസ്സിലായി? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തി, യു ആർ വിശുദ്ധൻ. യു നോട്ട് കോമൺ. വിശുദ്ധനും എൻ്റെ ഓപ്പോസിറ്റ് അശുദ്ധിയല്ല, കാമൺ. മനസ്സിലായി? ഹോളിക്ക് ഓപ്പോസിറ്റ് കാമൺ. അപ്പം if you are common, then you didn't accept Jesus Christ as your personal Savior. If you did, then you are holy. മനസ്സിലായി? ഹോളി കാമൺ, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഡെയിലി റിച്വലിസ്റ്റിക് നമ്മുടെ സ്പിരിച്വൽ വരുമ്പോഴാണ് ഹോളിയും കാമൺ വരുന്നത്. മോറൽ വരുമ്പോഴാണ് നമുക്ക് വരുന്ന ഗുഡ് ആൻഡ് ഈവിൾ. റിച്വൽ വരുമ്പോഴാണ് ക്ലീൻ ആൻഡ് അൺക്ലീൻ. സോ ഓരോ കാര്യത്തിലും നമ്മളെ ഗാഡ് സെപ്പറേറ്റ് ചെയ്ത്, ഇപ്പോൾ അബ്രാമിനെ എല്ലാത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് ഒരു ഹോളി നേഷനാക്കുന്ന പോലെ നമ്മളെയും ഗാഡ്, യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്, separated from everything to make you holy, to do his will, to keep at the separation and to show the light. അത് നമ്മൾ ഒരു ഭാഗത്തല്ല, നമ്മുടെ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫിൽ, നമ്മുടെ വീട്ടിൽ മാത്രമല്ല, സ്കൂളിലും ജോലി സ്ഥലത്തും എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ സ്ഥലത്തും യു ഹാവ് ടു കീപ്പ് യുവർ സെപ്പറേഷൻ മീൻസ് അത് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ യേശു ക്രിസ്തുവിനെ വീണ്ടെടുക്കപ്പെട്ട് ഒരു വില കൊടുത്ത്, ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. യേശു ക്രിസ്തു നമുക്ക് വില കൊടുത്തത് ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ആ രക്ഷയുടെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ആ രക്ഷയുടെ സന്തോഷം നമ്മൾ മറ്റുള്ളവരിലോട്ട് പകരുക. മനസ്സിലായി? ത്രൂ പകരുക അന്നും പറഞ്ഞ്. അപ്പം ചില ആൾക്കാർ എന്നോട് ചോദിക്കും, നീ പെർഫെക്റ്റാണോ? പെർഫെക്റ്റ് ആകുമോ എന്നുള്ളതല്ല. പക്ഷേ ഇതെവിടെയാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ പ്രോബ്ലം വരുന്നത്. ഇംഗ്ലീഷിൻ്റെ അകത്തെല്ലാം പെർഫെക്റ്റാണ്, പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണനായിരിക്കുക. മനസ്സിലായി? പെർഫെക്റ്റ് ആയിരിക്കില്ല, പൂർണ്ണരായിരിക്കും. യേശു ക്രിസ്തുവിന് ദൈവത്തിനറിയാം ഒരാളും പെർഫെക്റ്റ്. ദാറ്റ്സ് നോബഡി ഈസ് പെർഫെക്റ്റ്, എവറിബഡി ഈസ് സെയിൻറ്റ്. റോമലേഖനത്തിൽ എന്താ? എല്ലാവരും പാപം ചെയ്തു, ഒരുപോലെ തെറ്റിപ്പോയി,
തേജസ്സിൽ നിന്ന് വിട്ടുപോയ വ്യക്തി. Now through Jesus Christ we are bringing back to it. മനസ്സിലായി, നമ്മൾ തിരിച്ച് കൊണ്ടുവരിക. ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പം നമ്മൾ പാപശരീരത്തെ ജീവിക്കുന്നതും നമ്മളിൽ പാപം വരുമെന്നും യേശുക്രിസ്തുവിനും ദൈവത്തിന് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ ക്രിസ്തുവിൽ നമ്മൾ സമ്പൂർണ്ണരാക്കുക. അവിടാണ് ഇംഗ്ലീഷിലെല്ലാം എവറിത്തിങ് ലൈക്ക് പെർഫെക്റ്റ്. ഇതിൻ്റെ അകത്ത് എഫേസിൻ്റെ അകത്ത് വരുമ്പോൾ ബി ഫുൾനെസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മളെ പൂർണ്ണരാക്കുക.